അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഹദീസ് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ നിവേദനം ചെയ്യുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നഹു ഖാല ലാ അലമൻ അഖ്വാമ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത്തിൻ ബീളാ. വെളുത്ത തിഹാമ പർവ്വതത്തോളം നന്മകളുമായി കൊണ്ട് പരലോകത്ത് എത്തുന്ന എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകളെക്കുറിച്ച് എനിക്കറിയാം. ഫയജ്അലുഹു അസ്സ വജല്ല ഹബാഅൻ മൻസൂറ. പക്ഷേ ആ നന്മകൾ മുഴുവനും ഒന്നൊഴിയാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല കടഞ്ഞെടുത്ത ധൂളികളെപ്പോലെ, ചിതറപ്പെട്ട ധൂളികളെപ്പോലെയാക്കുന്നതാണ്. ഇത് കേട്ടപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു ബേജാറായി. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, സിഫ്ഹും ലന ജല്ലിഹിം ലന അൻ ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. അല്ലാഹുവേ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ, ഞങ്ങളറിയാതെ അവരിൽ പോയി പെടാതിരിക്കാൻ താങ്കൾ അവരെക്കുറിച്ച് ഞങ്ങൾക്ക് വർണ്ണിച്ചു തരണം, വിശദീകരിച്ച് തരണമെന്ന് പറയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അമാ ഇന്നഹും ഇഖ്വാനുക്കും, നിങ്ങൾ അറിയുക, അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. വമിൻ ജിൽദത്തിക്കും, നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ട ആളുകളാണ്. വയൗഖുദൂന മിനൽ ലൈലി കമാ തൗഖുദൂൻ, നിങ്ങൾ രാത്രി നിസ്കരിക്കുന്ന പോലെ തന്നെ അവരും രാത്രി നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. വലാകിന്നഹും, പക്ഷേ അക്വാമുൻ ഇദാ ഖലൗ ബി മഹാരിമില്ലാഹി ഇൻതഹഖൂഹ, പക്ഷേ അവർ രഹസ്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആരും തങ്ങളെ കാണാനും നോക്കാനും അറിയാനും വീക്ഷിക്കാനും ഇല്ല എന്ന തീർത്തും ഒരു രഹസ്യ അവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ യാതൊരുവിധ പ്രയാസവുമില്ലാതെ അതിലങ്ങോട്ട് മുങ്ങിക്കുളിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങൾ കണ്ടും കേട്ടും ആസ്വദിച്ചും അവരങ്ങനെ രഹസ്യ ജീവിതത്തിൽ കൈവിട്ടു പോകുന്ന സാഹചര്യം, തഖ്വക്ക് നിരക്കാത്തത് ചെയ്തു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഇതൊക്കെ. കർമ്മങ്ങൾ തകർന്നു പോകാൻ ശിർക്ക് തന്നെ ചെയ്യണമെന്നില്ല, ബിദ്അത്ത് തന്നെ ചെയ്യണമെന്നില്ല. പിശാച് എല്ലാവരെയും ഒരുപോലെയല്ല വഴിതെറ്റിക്കുക, പലരെയും പല മാർഗത്തിലാണ് തെറ്റിക്കുക. അതിൽ വളരെ ഗൗരവത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നാണ് ഈ രഹസ്യ ജീവിതത്തിലെ തെറ്റുകൾ എന്ന് പറയുന്നത്. ഏത് നല്ലോനും പുറത്തേക്കൊക്കെ നിസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളിലും സംഭവിക്കാവുന്ന ഒരു അനർത്ഥമാണ് രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ ചിലതെല്ലാം ഹറാമാക്കിയ, പ്രത്യേകിച്ച് അശ്ലീലമായ സൈറ്റുകൾ പ്രവേശിച്ച് അതിൽ കാണുന്ന പോൺ സൈറ്റുകളും മറ്റുമൊക്കെ അത്തരത്തിലുള്ള ഹറാമാക്കിയ വീഡിയോകളും മറ്റുമൊക്കെ കാണുക, മ്യൂസിക്കുകൾ കേൾക്കുക, അല്ലേ, തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ നമ്മളറിയാതെ ഒറ്റക്കാകുമ്പോൾ കൺട്രോൾ പോകുന്നൊരു സാഹചര്യം പല ആളുകൾക്കും ഉണ്ട് എന്നുള്ളതാണ്. രഹസ്യ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തു പോവുക എന്നുള്ളത്, രഹസ്യ ജീവിതത്തിൽ ഹറാമുകൾ ചെയ്യുക, തിന്മകൾ ചെയ്യുക എന്നുള്ളത് വലിയ പാതകമായിക്കൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടെ നമ്മൾ ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പരമാവധി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. സ്വഹാബാക്കളെ ഒട്ടുമിക്ക സമയങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ചില നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ശക്തമായ ചില നിലപാടുകൾ ഓർമ്മയിൽ ബോധപൂർവം ഉള്ള സമയത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമമായിക്കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. എന്ത്? മാ കരിഹല്ലാഹു മിൻക ഷൈഅൻ ഫലാ തഫ്അൽഹു ഇദാ ഖലൗത. അഥവാ അള്ളാഹു നിന്നിൽ വെറുക്കുന്ന ഒരു കാര്യം നീ തനിച്ചാകുമ്പോൾ ചെയ്യരുത് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുന്ന വല്ലാത്തൊരു ഉപദേശമാണത്, അല്ലേ. പിന്നെ ഇഹ്ഫളില്ല യഹ്ഫളുക എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണമെങ്കിൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അതേപോലെ തന്നെ ഇത്തഖില്ല ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും റഹ്മാനായ റബ്ബിനെ സൂക്ഷിക്കേണ്ട മുറുകപ്രകാരം സൂക്ഷിക്കണം എന്നൊക്കെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സ്വഹാബാക്കളെ കിട്ടുമ്പോഴൊക്കെ, അവസരം വരുമ്പോഴൊക്കെ ജീവിത വിശുദ്ധി നിലനിർത്താൻ ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ കൊടുത്തതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ആ വാക്കുകളും ആ ഉപദേശങ്ങളും ആ നസീഹത്തുകളും ഒക്കെ നമ്മളോട് ഓരോരുത്തരോടുമുള്ളതാണ്. ആ കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കണം. അപ്പോൾ സാധാരണ പണ്ഡിതന്മാർ പറയാറുണ്ട്, പുറത്ത് നീ പിശാചിൻ്റെ ശത്രുവും അകത്ത് നീ പിശാചിൻ്റെ മിത്രവുമാകരുത് എന്നുള്ളതാണ്. എത്ര കനമുള്ള വാക്കാണ്, എത്ര അർത്ഥമുള്ള വാക്കാണ്.
പുറത്തേക്കൊക്കെ നമ്മൾ തിന്മയോട് രാജിയാകുന്നു, തിന്മയോട് നമ്മൾ എതിർചേരിയിലാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്നു. നമ്മുടെ വാക്ക് കേട്ടാൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ കേട്ടാൽ, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സ്റ്റാറ്റസ് മറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആ തെറ്റിനെ തീർത്ത് നഖശികാന്തം എതിർക്കുന്നവരാണ് എന്നാണ് കാഴ്ചക്കാർക്ക് തോന്നുക. പക്ഷേ റഹ്മാനായ റബ്ബിൻ്റെ കണ്ണിൽ അഥവാ മലക്കുകളുടെ രേഖയിൽ നമ്മൾ എന്താണ്, അതേ തെറ്റുകൾ തന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിശാചിൻ്റെ മിത്രങ്ങളായി പിശാചിട്ട വലയിൽ നമ്മൾ പോയി കുടുങ്ങുന്നുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വസിയത്ത് മഹാനായ സഈദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചുന്നുണ്ട്, ഇന്ന റജുലൻ ഖാല റസൂലില്ല ഔസിനി, പ്രവാചകരെ എനിക്കൊരു വസിയത്ത്, ഒരു ഉപദേശം നൽകണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വളരെ മനോഹരമായൊരു വസിയത്തുണ്ട്. ഊസീക, ഞാൻ നിനക്ക് നൽകുന്ന വസിയത്ത് അൻ തസ്തഹി അല്ലാഹ അസ്സ വജല്ല, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഷയത്തിൽ ലജ്ജിക്കണം. ഏതുപോലെ? കമാ തസ്തഹി റജുലൻ സ്വാലിഹൻ മിൻ ഖൗമിക, നിൻ്റെ സമൂഹത്തിൽപ്പെട്ട നിൻ്റെ അരികിലുള്ള ഒരു സ്വാലിഹായൊരു മനുഷ്യൻ നീ ഒരു കാര്യം പറയുന്നത് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു എന്ന് പറയുമ്പോൾ നിനക്കൊരു ലജ്ജ ഉണ്ടാവുമല്ലോ. മൂപ്പരവിടെ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ പറയാന്നുള്ളത്, അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കെ, നമ്മൾ അത്രയും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു മനുഷ്യനവിടെ ഉണ്ടായിരിക്കെ നമ്മളതിങ്ങനെ പറയാന്നുള്ളത് ഒരു മോശമല്ലേ എന്ന് നീ കാണുമല്ലോ. എന്ന് നിൻ്റെ മനസ്സിൽ അനുഭവപ്പെടുന്നൊരു മോശത്തരമുണ്ടല്ലോ, ഒരു ലജ്ജയുണ്ടല്ലോ, അതിനേക്കാൾ വലിയ ലജ്ജ റഹ്മാനായ റബ്ബിൻ്റെ വിഷയത്തിൽ നിനക്കുണ്ടാകണം എന്നാണ്. ആരും കണ്ടിട്ടില്ല എങ്കിലും റഹ്മാനായ റബ്ബ് കാണുന്നുണ്ട്. പടച്ചോൻ്റെ മുമ്പിൽ ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക എന്ന ഒരു ചിന്തയിലേക്ക്, എന്ന ഒരു ഈമാനിക ശക്തിയിലേക്ക് നിന്നെ ഉയർത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് അതിന് പോകാൻ വഴി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുത്ത് നിങ്ങൾ വീക്ഷിക്കുന്ന റബ്ബ് ഉണ്ട് എന്നൊരു പരിപൂർണമായ ബോധത്തോടുകൂടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു വലിയൊരു പരിഹാരമായിട്ടുള്ളത്. ഇതൊന്നും വെറുതെ കിട്ടുന്ന കാര്യമല്ല, ഇതൊക്കെ വലിയ തൗഫീക്കാണ്. എത്ര തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും തെറ്റുകളിലേക്ക് പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയുക. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അള്ളാൻ്റെ മുമ്പിൽ അങ്ങോട്ട് എണീറ്റ് നിൽക്കണം എന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ അവൻ്റെ മുമ്പിലേക്ക് വരുന്ന എല്ലാ മോശമായ ഇച്ഛകളെയും അങ്ങനെ റബ്ബിൻ്റെ മുമ്പിൽ പോയി എണീറ്റ് നിൽക്കേണ്ടതിന് ഭയപ്പെട്ടുകൊണ്ട് ഇച്ഛക്കെതിരെ നിന്ന ആളുകളുടെ സങ്കേതം അത് സ്വർഗമാണെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹു തന്നെ നമ്മളെ സഹായിക്കണം, അള്ളാഹു തന്നെ നമ്മളെ സഹായിക്കണം. അതുകൊണ്ട് പ്രത്യേകിച്ച് ചാരിത്രശുദ്ധി, ലൈംഗിക രംഗത്ത് ഒരു വിശുദ്ധിയൊക്കെ പാലിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ സഹായം നമുക്ക് കൂടിയേ തീരും. അതുകൊണ്ടാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒട്ടനേകം പ്രാർത്ഥനകളിൽ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ. അല്ലാഹുമ്മ ആത്തി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. പടച്ചോനെ, എൻ്റെ നഫ്സിനെ, എൻ്റെ ഹൃദയത്തെ നീ പരിശുദ്ധിപ്പെടുത്തി തരണമെന്നാണ്, നീ പരിശുദ്ധിപ്പെടുത്തി തരണമെന്ന് റബ്ബിനോട് കെഞ്ചി ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് ഹിദായത്തിന് നൽകണേ, തഖ്വയെ നൽകണേ, വൽ അഫാഫ ലൈംഗിക രംഗത്തെ വിശുദ്ധിയെ എനിക്ക് നീ നൽകണേ എന്ന് തുടങ്ങുന്ന ഒട്ടനേകം പ്രാർത്ഥനകളുണ്ട് സുഹൃത്തുക്കളെ. അതെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കി ഒരു വിശുദ്ധമായൊരു ജീവിതം, നമുക്ക് തന്നെ നമ്മളോട് ഒരു പുച്ഛം തോന്നാത്ത, ഒരു ആത്മാഭിമാനം തോന്നുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉയരാൻ കഴിയണം. എത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും പാപങ്ങൾ വരും, അത് സ്വാഭാവികമാണ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് എല്ലാവരെയും വഞ്ചിച്ച് പുറത്തേക്കൊരു മുഖവും ഉള്ളിൽ വേറൊരു മുഖവുമായിക്കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഈ പറയപ്പെട്ട അനർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഒരു നന്മയും ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. ജീവിതം മുഴുവനും ഒരു അഭിനയമായിക്കൊണ്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകും. അതില്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നാളിതുവരെ വന്നു പോയിട്ടുള്ള അബദ്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഈ വിശുദ്ധ റമദാൻ രാപ്പകലുകൾ ഉപയോഗപ്പെടുത്തി റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി കൊണ്ട് കെഞ്ചി ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പൊറുക്കലിനെ ചോദിക്കുക. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. നാളിതുവരെ ചെയ്തു പോയ എല്ലാ അബദ്ധങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു വിശുദ്ധമായൊരു ജീവിതം മരണം വരെയും കൊണ്ടു നടക്കാൻ ആവശ്യമായ എല്ലാവിധ തൗഫീക്കും നിഅമത്തും ബറക്കത്തും അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി തരുമാറാകട്ടെ. ഹദാ ഹുവ ഇൻദി വല്ലാഹു അലം ബിസ്സവാബ്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.